ഹലോ ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഡിസൈനൊന്ന് വരച്ചെടുക്കുക. എൻ്റെ കയ്യിൽ ഈ ഒരു പാറ്റേൺ ഉള്ള കാരണം അത് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അതിന് ശേഷം രണ്ട് സൈഡിലേക്ക് 2 ഇഞ്ചും താഴ്ഭാഗത്തേക്ക് 5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു ബോക്സാക്കി വരച്ചെടുത്തിട്ട് അതിനുള്ളിൽ വരയ്ക്കുന്ന ഓരോ ലൈനും തമ്മിൽ 3/4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗോൾഡൻ്റെ ക്യൂബ് ബീഡ്സും ത്രെഡും മാത്രം മതി. പിന്നെ 2 ടൈപ്പ് നീഡിലും ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ ഈ കാണുന്ന ഒരു ഡയമണ്ട് ഷേപ്പിൽ ഈ ക്യൂബ് ബീഡ്സിനെ കുത്തിയെടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ള ലൈൻസുകളിൽ ഒന്നിടവിട്ടിട്ട് നമ്മൾ ക്യൂബ് ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യണത്. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണേ. ഈ ബേസിക് എംബ്രോയ്ഡറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. ഇനി നമുക്ക് ബേസിക് സ്റ്റിച്ചുകളെ കുറിച്ചൊക്കെ പഠിക്കാം കേട്ടോ. ഞാനത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണതാണ്. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ക്യൂബ് ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. അതിന് ശേഷം നമ്മൾ ത്രെഡ് എടുത്തിട്ട് ആങ്കറിൻ്റെ ത്രെഡാണ് 6 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുക്കുന്നത്. അവിടെ നമ്മൾ ഫെദർ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഫെദർ സ്റ്റിച്ച് ആദ്യം നമ്മൾ കുത്തിയെടുക്കുക. എന്നിട്ട് അതിന് കുറച്ച് താഴേന്നായിട്ട് കുത്തിയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യണ പോലെ സൂചിയുടെ അടിയിൽ കൂടെ നൂലെടുത്തിട്ട് ചെയ്യാണ്. എപ്പോഴും നൂല് സൂചിയുടെ അടിയിൽ കൂടെ എടുത്തിടണം. ഞാൻ പറയുന്നത് മനസ്സിലാവില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനുള്ളിൽ വരുന്ന ലൈൻസ് ഫുള്ളായിട്ട് നമ്മൾ ഫെദർ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. സൈഡുകളിൽ നിന്നാണ് കുത്തിയെടുക്കുന്നത്.
ഈ ഫെദർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതേ ത്രെഡ് തന്നെ വെച്ചിട്ട് ആദ്യം നമ്മൾ ക്യൂബ് ബീഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ സൂചിയിൽ 2 തവണയാണ് നൂല് നമ്മൾ ചുറ്റിയെടുക്കണത്. എന്നിട്ട് അവിടെ തന്നെ കുത്തി കൊടുക്കുക. അങ്ങനെ ഈ ഡിസൈൻ ഫുള്ള് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.